വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ ഷോയാണ് ഇന്ന് എന്റേത്. അപ്പൊ നമ്മള് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് 2025 ഒരു നല്ല വർഷമായിട്ട് മാറ്റാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. കാരണം 2025 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം ഒരു ജീവിതത്തിന്റെ ഓരോ പ്രത്യേക മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ, ഓരോ മേഖലകള് നമ്മള് നല്ല ഏറ്റവും നല്ല രീതിയിൽ കടന്നു പോകുമ്പോൾ ആ ഒരു വർഷത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടി നടത്തിയ അല്ലെങ്കിൽ എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് നൽകിയ കാര്യങ്ങൾക്ക്, നന്മകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു വലിയ വർഷമാണ് ഈ വർഷം. 2025 ലോകം മുഴുവനും ജൂബിലി വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് മതവിഭാഗത്തിലുള്ള ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്ക് നന്ദി പറയുന്ന ഒരു മാസമാണ് സാധാരണ ജനുവരി. കാരണം റെസൊല്യൂഷനുകളുടെ ഒരു മാസമാണ്. നമ്മൾ ഒത്തിരി അധികം പ്ലാനിങ്ങുകൾ നടത്തിയിട്ട് ഈ ഒരു 12 മാസം എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റും, എങ്ങനെ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി നല്ല ഒരു ജീവിതത്തിലോട്ട് എത്താൻ പറ്റും, തുടങ്ങിയ അങ്ങനെ പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ജനുവരി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് എൻ്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ കടന്നുപോയ ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കടന്നുപോയ നിരവധി നേതാക്കള്, അല്ലെങ്കിൽ നിരവധി വ്യക്തികള്, അതോടൊപ്പം തന്നെ നിരവധി ഈ ജീവിതങ്ങള്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തില് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ അതോടൊപ്പം ബാക്കിയുള്ളത് എല്ലാം എത്തിച്ചേരും. സാധാരണ നമ്മൾ നമ്മുടെ ഗോളുകൾ എല്ലാം തന്നെ എനിക്ക് അടുത്ത അടുത്ത വർഷം ഇത്ര അധികം സമ്പാദ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന പഠനങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എത്തണം, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഹോം ലോൺ ഇത്ര അധികം അടച്ചു തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ കാറ് വാങ്ങിക്കണം, അതല്ലെങ്കിൽ എൻ്റെ എൻ്റെ സുഹൃത്ത് വലയങ്ങൾ ഇത്ര അധികമായിട്ട് കൂട്ടണം, അല്ലെങ്കിൽ എൻ്റെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു ഇതാണ് എൻ്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെ എൻ്റെ തടി കുറയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫിഗർ 6 പാക്ക് ആക്കണം, അങ്ങനെ തുടങ്ങിയ പല പല ഗോളുകൾ നമ്മൾ എപ്പോഴും 2024 ജനുവരിയിൽ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ജനുവരി 11 ആയപ്പോൾ ഇപ്പോഴും നമ്മളത് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറം നാം ചെയ്യേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളില് മനസമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനു വേണ്ടിയിട്ട് സമയം ചെലവാക്കുകയാണെങ്കിൽ മറ്റെല്ലാം കൂടെ വരും. ഞാൻ വിശ്വസിക്കുന്ന പല പാഠങ്ങളും എൻ്റെ ദൈവത്തിന്റെ പുസ്തകം എന്ന് ലോകം മുഴുവനും പറയുന്ന വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. ഒരു പക്ഷെ നിങ്ങളും ബൈബിളിലെ പല കോട്ടുകളും, അല്ലെങ്കിൽ പല വരികളും ജീവിതത്തിൽ മനപാഠമാക്കിയിട്ടുള്ളവരായിരിക്കും. എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തി അമ്മയാണ്, ഹോളി മേരി, യേശുവിന്റെ അമ്മ. നമ്മളെല്ലാവരും ആ അമ്മയുടെ ജീവിതം നോക്കി കണ്ടിട്ടുള്ളവരാണ്. കുറെ പേര് അതിനെതിരെ സംസാരിക്കാനും, കുറെ പേര് ആ അമ്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും, കുറെ പേര് എന്താണ് ഈ ഒരു വ്യക്തിയുടെ വിശേഷം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഗണങ്ങൾ എന്ന് കണ്ടെത്താനും ഒക്കെ ആയിട്ട് കുറെ അധികം ചർച്ചകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഏതൊരു സമയവും നമുക്ക് ലഭിക്കുന്ന എന്ത് ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും, നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അവസരത്തിലും എന്റെ സൃഷ്ടാവിനെ പുകഴ്ത്തുന്ന ഒരു മനോഭാവമാണ് ആ അമ്മയിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അത് തന്നെയായിരിക്കും വളരെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുർഘടം പിടിച്ച ഒരു ജീവിതമാണ് ആ ഒരു കഥയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. പക്ഷെ ആ ദുർഘടം പിടിച്ച സമയത്തും എപ്പോഴും ഈ തന്റെ സൃഷ്ടാവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കാനും, വളരെ നിശബ്ദമായിക്കൊണ്ട് ആ സഹനങ്ങളെ സ്വീകരിച്ച് സൃഷ്ടാവിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അവിടെ കണ്ടത്.
മറ്റൊരു അമ്മ എന്റെ ജീവിതത്തില് ഏറ്റവും അധികം സ്വാധീനിച്ചത് ഒരുപക്ഷെ ലോകം മുഴുവനും അമ്മ ഏറെ പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മദർ തെരേസയാണ്. ആ അമ്മയും ഏറെ കഷ്ടപ്പാടുകളിലൂടെ ജീവിതത്തിന് ഒരു ബോധ്യം തോന്നിയപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മറ്റുള്ള മനുഷ്യരുമായിട്ട് ചർച്ച ചെയ്യാതെ തന്റെ സൃഷ്ടാവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൽക്കട്ടയുടെ തെരുവീഥികളിലൂടെ പോയി കുഞ്ഞു മനസ്സുകളെ അല്ലെങ്കിൽ സ്നേഹമറിയാത്ത മനസ്സുകളിലേക്ക് സ്നേഹം പകർന്നു നൽകുന്ന ഒരു ചെറിയ മെഴുകുതിരിയായി ഉരുകിത്തീർന്ന ഏറ്റവും വലിയ മാതൃത്വത്തിന്റെ ഒരു തീരാത്ത മാതൃകയായിട്ട് നമുക്ക് കാണാൻ പറ്റിയ മറ്റൊരു അമ്മയാണ് മദർ തെരേസ. മദർ തെരേസയുടെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മദർ തെരേസ എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും ജീവിതവുമായിട്ട് ഏറെ പിടിച്ചു വെച്ച ഒരമ്മ ഈ ഈശോയുടെ അമ്മ തന്നെയാണ്. നമ്മള് ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭഗവത്ഗീതയിലോട്ടും മറ്റ് പുരാണ കഥകളിലോട്ടും പോകുന്നുണ്ടെങ്കിൽ ഏതൊരു ജീവിതത്തിന്റെയും പിറകില് അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ കരുതുന്ന ഒരു അമ്മയുടെ കഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് ബുദ്ധമത വിശ്വാസത്തിലോട്ടും മുസ്ലിം സഹോദരരുടെ ജീവിതത്തിലോട്ട് പോകുമ്പോഴും അമ്മയെ കരുതലോടെ സ്നേഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് ജീവിതത്തിൽ എന്നും നന്മയുണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ ആ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും നമ്മളൊരു ഭാരതീയനാണെങ്കിൽ ഒരു മലയാളിയാണെങ്കിൽ നാം വിശ്വസിക്കുന്നുണ്ട് മാതാ പിതാ ഗുരു ദൈവം. നമ്മുടെ അമ്മയെ ദൈവത്തിന് തുല്യമായി അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന്. എന്തുകൊണ്ടാണ് ഈ അമ്മയെ പറ്റി ഞാൻ സംസാരിക്കുന്നത്? എന്റെ അമ്മ ഇന്ന് 75 വയസ്സിലേറെ ആയിരിക്കുന്നു. ഒരു പകുതി കണ്ണിന് കാഴ്ചയാണുള്ളത്. അമ്മയ്ക്ക് സ്ട്രോക്ക് ഒക്കെ വന്ന് എഴുന്നേറ്റ് ഇരിക്കാനും നടക്കാനും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വീട്ടില് എന്റെ സഹോദരനോടൊപ്പം ജീവിക്കുന്നു. പലപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്റെ അമ്മ മാത്രമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് എല്ലാ ദിവസവും ഇത് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു അവിശ്വാസം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തിനാണ് അമ്മ ഇങ്ങനെ എപ്പോഴും എന്നെ പറ്റി എപ്പോഴും എന്നെ പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പറ്റി ഓരോരോ വിഷമങ്ങൾ വരുമ്പോഴും എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരമ്മ ആയതിനു ശേഷമാണ് അതിന്റെ ഒരു വില അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അമ്മയ്ക്ക് എപ്പോഴും ആ അമ്മയുടെ ഹൃദയത്തില് നെഞ്ചോട് ചേർത്ത് വെക്കാനായിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷമങ്ങള് വ്യാകുലതകള് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. 17, 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മയാകാനായിട്ട് ഏറെ ആഗ്രഹിച്ച് ഒത്തിരി മനോവിഷമത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അന്ന് മാതൃത്വത്തിന്റെ വില അത്രയധികം ഒന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ അന്ന് അമ്മയാകാനുള്ള കാരണം സമൂഹത്തിന് മുൻപില് അല്ലെങ്കിൽ ഭർത്താവിന്റെ മുൻപില് വീട്ടുകാരുടെ മുൻപില് ഒരു കുഞ്ഞിനെ നൽകുക എന്നുള്ളൊരു ദൗത്യം അത് പൂർത്തിയാക്കുക മാത്രമായിരുന്നു അന്നത്തെ ഒരു മനോവികാരം. പക്ഷെ ഇന്ന് എന്റെ ആദ്യത്തെ കുഞ്ഞ് ഏകദേശം 20 വയസ്സാകുമ്പോൾ ആ ഒരു മാതൃത്വത്തിന്റെ വില അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട 12 വയസ്സുള്ള എന്റെ 2 ആൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ അവരുടെ മുഖത്തിലോട്ട് നോക്കുമ്പോൾ മറ്റൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വ്യാകുലത അതെല്ലാം കൂടെ മനസ്സിലോട്ട് വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ വ്യാകുലതകള് അല്ലെങ്കിൽ നമ്മുടെ ആശകള് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകള് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലോട്ട് പകർന്നു നൽകാനായിട്ട് സാധിക്കുന്നത് എന്ന് ചിന്തിച്ചത്. മറ്റൊന്നുമല്ല, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങള് നമുക്ക് ലഭിച്ച ഓരോ പാഠങ്ങളും അത് ഈ നമ്മെ നല്ലൊരു പതിപ്പായി നമ്മുടെ തന്നെ നല്ലൊരു പതിപ്പായിട്ട് മാറ്റാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും ആ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ആ ജീവിതത്തിലൂടെ നമ്മെ അനുനയിച്ച നമ്മെ സഹായിച്ച ഒരുപക്ഷെ നമ്മെ പഠിപ്പിച്ച നമ്മെ ചിന്തിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ അധികാരികള് നമ്മുടെ കുടുംബക്കാര് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കുറെ നല്ല മനുഷ്യര് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം അത് ഒരു നല്ല ബന്ധമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നമുക്കെതിരെയായി പോയ കുറെ നല്ല മനുഷ്യര് അവര് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർന്ന ആ കാലഘട്ടങ്ങളില്
ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളില് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളില് നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് നന്മ നിറഞ്ഞ മനസ്സോടെ ആ ഒരു സന്തോഷം, സമാധാനം, സ്നേഹം പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് നാം വളരാനായിട്ട് തുടങ്ങുന്നത്. 4 വാക്കുകളാണ് 4 ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ലോകത്ത് മനുഷ്യര് ഇപ്പോൾ ഈ ഒരു 2025 ഏറ്റവും കൂടുതല് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് നമ്മളെന്നും അറിയാതെ ചെയ്യുന്നുണ്ടാവായിരിക്കും. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു ഉദ്ദേശത്തോടു കൂടെ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മനസ്സോടുകൂടെ ഈ ഒരു 4 കാര്യങ്ങള് നമ്മള് ചെയ്യുകയാണെങ്കില് 2025 നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും നല്ല മാതൃക കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല നന്മകൾ ലഭിച്ച ഒരു വർഷമായിട്ട് മാറും. അത് മാത്രമല്ല നമ്മളിപ്പോ ഈ ഒരു ലോകം മുഴുവൻ നോക്കുമ്പോഴ് കൂടുതൽ ആളുകളും യൂണിവേഴ്സിനെ ദൈവമായിട്ട് കരുതുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സൽ ലോസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് വാട്ട് ഈസ് യൂണിവേഴ്സ് ഗിവിംഗ് ടു മീ, അങ്ങനെ എപ്പോഴും ആ ഒരു ലോ- ഉം, ലോകത്തെ അല്ലെങ്കിൽ നേച്ചറിനെ ദൈവമായിട്ട് കാണുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2025 വളരെയധികം പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഡിസംബർ 20 മുതൽ ഇപ്പോഴും ഒരു 2-3 ആഴ്ചകൾക്കപ്പുറം വരെ നമ്മൾ നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം ആകാശത്ത് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്ന അല്ലെങ്കിൽ വളരെ പ്രത്യേകത നിറഞ്ഞ നക്ഷത്രങ്ങൾ വരികയും പോവുകയും ചെയ്ത ഒരു സമയമാണിത് ഇപ്പോഴും. അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല സാധാരണ ജനങ്ങൾ അടക്കം, നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളടക്കം നമുക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയയിലെ കൂടെയുള്ള ആ ഒരു വിവരത്തിലൂടെ വളരെ വില കൂടിയ ദൂരദർശിനികളെല്ലാം മേടിച്ച് അതിനെ നേരിട്ട് കാണാനായിട്ടും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നതല്ല. ഓസ്ട്രേലിയയില്, മെൽബണില്, വെർബിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവര് ഈ ഒരു സ്റ്റാർ എന്താണ് ഇപ്പൊ ഈ ആകാശ മേഖലകളിൽ നടക്കുന്ന പ്രത്യേകതകൾ എന്ന് പഠിച്ചിട്ട് അവരും സ്വന്തം ജീവിതത്തിലൂടെ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ ഇതിനെ ഒരു ജൂബിലി ഇയർ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഒരു ജൂബിലി ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖുറാനിലും തോറായിലും ബൈബിളിലും എല്ലാം പറയുന്നുണ്ട് 7 വർഷത്തിന് ശേഷമുള്ള ജൂബിലി ഇയറിലാണ് നമുക്ക് എല്ലാ നന്മകളും തിരിച്ചു തരുന്നു, നമ്മുടെ തിന്മകൾക്കുള്ള ഒരു പൊറുതി ലഭിക്കുന്ന സംഭവം, നമ്മള് ഇരട്ടി ആയിട്ട് നമുക്ക് ഫലം ലഭിക്കുന്ന സമയം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 എന്നുള്ള ഒരു വർഷം, ആ ഒരു ജൂബിലി വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഇത് നമ്മൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട്, നമ്മൾ പറയത്തില്ലേ മനസ്സിൽ തട്ടിക്കൊണ്ട് അത് പറയുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യാശിക്കാവുന്ന ഏറ്റവും നല്ലൊരു ജീവിതം നമുക്ക് ഈ ഒരു വർഷം ലഭിക്കും. നമുക്കറിയാം കുടുംബങ്ങളിലെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു വർഷമാണിത്. പക്ഷെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ ഒരുമിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്കും ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഐ ആം സോറി, ഐ forgive you, ഐ ലവ് യു, ഐ താങ്ക് യു. ഇതാണ് 4 വാക്കുകൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നാം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നത് ആ സമയങ്ങളിൽ തുറന്ന് ഉറക്കെ പറയേണ്ടത്. ആരോടെന്നല്ല, എങ്ങനെയെന്നല്ല, നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവം, നാം നമ്മെ സ്നേഹിച്ച, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മെ സ്നേഹിച്ച, നമ്മെ കരുതിയ, നമുക്ക് പാഠങ്ങൾ നൽകിയ, നമ്മളെ പഠിപ്പിച്ച, നമ്മുടെ ആരൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്, നമ്മെ പഠിപ്പിച്ചത്, നമുക്ക് നന്മകൾ നേർന്നത്, നമുക്ക് കുറെ നല്ല പാഠങ്ങൾ നൽകിയത്, അവർക്കെല്ലാം വേണ്ടി നാം കൊടുക്കുന്ന 4
സന്ദേശങ്ങളാണ്. നമുക്കറിയാം, നമ്മള് റേഡിയോ സന്ദേശങ്ങൾ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്, ഒരുപക്ഷെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നില്ല, പക്ഷെ എന്റെ ഹൃദയത്തില് എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളുടെ ആ ഒരു ഹൃദയത്തിലോട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഒരു ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് പോകുന്ന ഒരു കണക്ഷൻ. അതുപോലെ തന്നെ മനസ്സിനുള്ളില് ആ ഒരു കണക്ഷൻ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ 4 വാക്കുകള് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ വ്യക്തികൾക്കും വേണ്ടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു വർഷം ഇടമുറയില്ലാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് മാറ്റിവെക്കാനാകാതെ ഇത് ചെയ്യുകയാണെങ്കിൽ, അടുത്ത വർഷം 2026 ജനുവരി 10 ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അതെ, കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഏറെ മാറി, നന്മ ഉള്ള ഒരു വ്യക്തിയായി മാറി, മറ്റുള്ളവർക്ക് നന്മ നൽകാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന്. വെറും 4 വാചകങ്ങളാണ് നാം ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകേണ്ടത്. നന്മ നിറഞ്ഞ ഒരു മലയാളി സമൂഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് മലയാള ജാലകത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടെ പലപ്പോഴും പല പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിൽ നിന്നും ഉള്ള ആളുകളെ സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പല നല്ല കുറിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നാം ഒരു ആക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇത് ഒരു ചെവിയിൽ നിന്ന് മറ്റു ചെവിയിലോട്ട് പോവുക മാത്രമേ ഉള്ളൂ. അതിന് നടുവിലുള്ള നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് മാറുകയുമില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ: ഐ forgive you, I'm sorry, I love you, and I thank you. So if you can ഇത് 4 ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് 2025 നിങ്ങൾ എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുക്കുന്നുവോ അതെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് സാധിക്കാൻ നമ്മുടെ ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ നന്മ എന്നിൽ നിന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളിലേക്ക് ഞാൻ ഇതാ ഇവിടെ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ മലയാള ജാലകത്തിലൂടെ നൽകുന്നു. 4 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഐ forgive you, I am sorry, I love you, and I thank you. ഇത് മലയാള ജാലകം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിസ്മി.